ഹായ് ഡിയേഴ്സ്, വേവ് ഫോം അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേവ് ഫോമിലെ RMS ആവറേജ് ഫോം ഫാക്ടർ പീക്ക് ഫാക്ടർ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെ ഒരു സിഗ്നലിൻ്റേത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഡെറിവേഷനാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഞാനൊരു കാര്യം പറയാം. ഒരു സിഗ്നല് ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ആ ടൈം പീരീഡാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സിഗ്നൽ തന്നെ ഇതിൻ്റെ ഫുൾ സ്വിങ്ങിൽ എത്തി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 2π ആണ് ഇതിൻ്റെ ടൈം പീരീഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോംസും ഉണ്ട്, നോൺ പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോംസും ഉണ്ട്. എന്താണ് ഈ പീരിയോഡിക്കും നോൺ പീരിയോഡിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരിയോഡിക് വേവ് ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ വാല്യൂ ഓഫ് ഈക്വൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരിയോഡിക് എന്ന് പറയുന്നത്. നോൺ പീരിയോഡിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആയിരിക്കത്തില്ല, നെഗറ്റീവും പോസിറ്റീവ് സൈക്കിൾ ഈക്വൽ ആയിരിക്കത്തില്ല. ഇപ്പം ഞാൻ ഈ ടൈം പീരീഡ് 2π എടുക്കുന്നു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? 0 to π വരെയുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും, പ്ലസ് π to 2π വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇൻ എഫക്റ്റ് നോക്കുമ്പോൾ എനിക്ക് 0 അല്ലേ കിട്ടത്തുള്ളൂ ഉത്തരം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ സിഗ്നലിനെ അനലൈസ് ചെയ്യണം, അത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന്. പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ എന്ത് മതി? ഹാഫ് ഓഫ് ദാറ്റ് വേവ് മതി. അപ്പം നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താ, ഇവിടം വരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാര്യം ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് എത്രയാണ്? π ആണ്. ഓക്കെ ആണോ? ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? വി ഓഫ് ടിയുടെ ഇക്വേഷൻ വേണം. വി ഓഫ് ടിയുടെ ഇക്വേഷൻ വേണം. ഇവിടുത്തെ വി എന്ന് പറയുന്നത് എന്താണ്? VM sin ωt ആണ്. ഒരു സിനുസോയിഡൽ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് VM sin ωt എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തേത് ഞാൻ വി ആവറേജ് കണ്ടുപിടിക്കും കേട്ടോ. വി ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പഠിച്ചോ കാണാതെ പഠിച്ചോ, 1/t ഇൻ്റഗ്രൽ 0 to t v of t into dt. ഓക്കെ ആണോ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് എന്ത് വരും? (1/π ഇൻ്റഗ്രൽ 0 to π v of t എന്ന് പറയുന്നത് എന്താണ്? VM sin ωt dt. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ, ഞാൻ ഈ സൈൻ ωt എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സൈൻ തീറ്റ എന്നുള്ളത് എടുക്കും കേട്ടോ, എനിക്ക് ഡെറൈവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. VM സൈൻ തീറ്റ ഡി തീറ്റ എന്നെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതായിരിക്കും എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എടുക്കാം? വി ആവറേജ് ഇസ് ഈക്വൽ ടു 1/π, ഈ VM ഇനി പുറത്ത് വരും, ഇൻ്റഗ്രൽ 0 to π സൈൻ തീറ്റ ഡി തീറ്റ. ഈ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനസ് കോസ് തീറ്റ എന്നുള്ളത് മാറും. ഇത് 0 to π ആണ്. ദിസ് ഇസ് VM/π. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? VM/π മൈനസ് കോസ് π മൈനസ് കോസ് 0 അല്ലേ, അപ്പോൾ പ്ലസ് കോസ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരുന്നത്, സോറി ഫോർ ദ ഡിലേ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? മൈനസ്, ഇത് കോസ് π -1 ആണ്, അപ്പോൾ 1 വരും. ഓക്കെ, ഇവിടെ 1 വരും, പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് 2 VM/π എന്ന് കിട്ടും, വി ആവറേജ്. ഓക്കെ, ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാടാ? വി RMS കണ്ടുപിടിക്കാം. ഇപ്പോൾ വി RMSൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/t ഇൻ്റഗ്രൽ 0 to t v square of t into dt. ഇതിൻ്റെ റൂട്ടാണ്. ഓക്കെ, അപ്പം റൂട്ട് ഓഫ് 1/π ഇൻ്റഗ്രൽ 0 to π v of t v square t dt എന്ന് പറയുമ്പോൾ
വി എം സൈൻ ഒമേഗ ടിയുടെ സ്ക്വയർ വി സ്ക്വയർ എം സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഞാൻ തീറ്റയിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ, അല്ലെങ്കിൽ ഒമേഗയൊക്കെ വരും, പിന്നെ നമുക്കത് പാടാം. ഇപ്പോൾ 1/π വി സ്ക്വയർ എം ഞാനിങ്ങനെ പുറത്തെടുക്കുക കേട്ടോ. ഇൻ്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റ ഞാൻ 1 - cos 2θ/2 എന്നിട്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളത്. അപ്പോൾ എന്ത് വരും? വി സ്ക്വയർ m/π ഇൻ്റഗ്രൽ 0 to π 1/2 d θ മൈനസ് 0 to π cos 2θ d θ. ഓക്കെ, ഇങ്ങനെ വരുവേ. ഈ ബ്രാക്കറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ, മറന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് പിന്നെ അങ്ങ് മാറും. ഓക്കെ, ഇവിടെ ഒരു ബൈ2 ഉണ്ട്. ഓക്കെ, ഞാൻ ഈ 1/2 ഇനി പുറത്തെടുക്കും കേട്ടോ, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. 2π. അപ്പോൾ ഈ ഡി തീറ്റ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റയാണ്. ഇപ്പോൾ 0 to π വരും മൈനസ് കോസ് 2θയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ 2θ/2 എന്ന് വരും. ഓക്കെ, E2 അല്ലേ? E2 ഞാനിങ്ങനെ പുറത്തെടുത്ത് കേട്ടോ, അതാണ്ട് ഇവിടെ കിടപ്പുണ്ടേ. ഇതും എന്ത് വരും ഇവിടെ? 0 to π. ഓക്കെ, ഇത് മൊത്തം സ്ക്വയറിനകത്ത്. അപ്പോൾ ഈ സൈൻ 2θ ഈ പൈ ഇടുമ്പോൾ ഇതെന്താ? ഈ ടേം 0 ആയിപ്പോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? π മൈനസ് 0 എന്ന് പറയുന്നത് പൈ ആയിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിട്ട് രണ്ടും ഇതിടുമ്പോൾ 0 ആയിരിക്കും വരുന്നത്. വി സ്ക്വയർ m/2π ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇനി വി സ്ക്വയർ m/2π ഇൻറ്റു പൈ റൂട്ട്. ഈ പയ്യും കട്ടായി പോയേ. അപ്പം വി സ്ക്വയർ m/2 റൂട്ട് എന്ന് വരും. ഇതെന്ന് പറയുന്നത് എന്താണ്? Vm/√2. അപ്പോൾ ആവറേജ് വാല്യൂ RMS വാല്യൂ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? Vm/√2. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ കണ്ടുപിടിക്കാനുള്ള? ഫോം ഫാക്ടർ. ഫോം ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഫോം ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V ആവറേജ് ആണ്. RMSൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്താ? Vm/√2. ആവറേജിൻ്റെ ഇക്വേഷൻ അപ്പുറത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2Vm/π. ഇപ്പോൾ ഈ വിഎമ്മും കട്ടായി പോരുതോടാ. അപ്പോൾ π/2√2 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1.11 ആണേ. ഇനി പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, പീക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, മാക്സിമം വാല്യൂ VM ആണ് മാക്സിമം. ഇവിടുത്തെ ഈ ഫിഗറിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാണ്ട് ഇവിടെ കാണിച്ചേക്കുന്ന ഈ VM ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പം RMS എന്ന് പറയുമ്പോൾ എന്താണ്? Vm/√2. ഈ വിഎമ്മും കട്ടായിപ്പോൾ √2 മുകളിൽ വരും. നമുക്ക് 1.414 എന്ന് പറയാം. ഇനി ഞാൻ പറയട്ടെ, ഈ സിനുസോയ്ഡൽ സിഗ്നലിൻ്റെ മാത്രം നമ്മൾ എന്ത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം? വി ആവറേജ് = 2Vm/π, RMS = Vm/√2, പിന്നെ ഫോം ഫാക്ടർ 1.11, പീക്ക് ഫാക്ടർ 1.414 ആവശ്യം വരും കേട്ടോ. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇത് ഒന്നിട്ട് ബോക്സിലിട്ട് പഠിച്ചേക്കണം കേട്ടോ. താങ്ക് യു.